നല്ല പടം, ഫസ്റ്റ് വാച്ചാണ്. പടം ഒരു ത്രില്ലറാണ്. അതിനോടൊപ്പം തന്നെ കുറേ ഇമോഷണൽ കണ്ടന്റുണ്ട്. ഡെഫിനറ്റ്ലി പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരമുണ്ട്, ഒരു വിഷമം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഇത്രയും കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ഡെഫിനറ്റ് ആയിട്ടൊരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അല്ല, ഇത് ആക്ച്വലി എനിക്ക് ഈ സിനിമയിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ഒരുപാട് ചെയ്യാനില്ല. പക്ഷേ കുറച്ച് ഇമോഷണൽ ഒരു ലൈനിൽ പോകുന്നുണ്ട്. അവിടെയാണ് എനിക്ക് എൻ്റെ പ്രാധാന്യം, എൻ്റെ ക്യാരക്ടറിൻ്റെ. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ഈ പടത്തിൻ്റെ. അപ്പോൾ ഒരു വേറെ രീതിയിൽ നമുക്ക് ഇനി ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളൊരു പടം തന്നെയാണ്. കാണാം, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ജോസഫിന് ശേഷമാണ് ഒരു സിനിമ ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് പോലീസ് കഥയായിട്ട് വരുന്നത്. അപ്പോൾ ഇല്ല, ഒരു കമ്പാരിസണും ഇല്ല. ജോസഫ് എൻറ്റയർലി വേറെ പരിപാടി, ഇത് വേറെ പരിപാടി. ജോസഫിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടും ഒരു പോലീസ് സ്റ്റോറിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാനിപ്പം പോലീസ് ഓഫീസർ, റിയൽ ലൈഫിലുള്ള പോലീസ് ഓഫീസറായിട്ട് സംസാരിക്കുകയായിരുന്നു. ശരിക്കും അതേപോലെ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടന്നത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. കുറച്ചൊന്ന് ബാക്ക് നിങ്ങൾ ഞാനെന്താ പറയുക, എനിക്ക് നല്ല അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ തിയേറ്റേഴ്സിൽ പോയി കാണണം. പക്ഷേ ഞാൻ കൺഫേം ആയിട്ടാണ് പത്മകുമാറിൻ്റെ മാജിക്കൽ ഹരീഷിൻ്റെ ഇവിടെ ഹരീഷ് ചേട്ടനോട് ചോദിക്കും പടത്തിനെ കുറിച്ചുള്ള ക്യാരക്ടറിനെ കുറിച്ച് പിന്നെ പറഞ്ഞാൽ എല്ലാവരും പോയി തിയേറ്ററിൽ. നിങ്ങളൊക്കെ പടം കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, നൂറ് ക്ലബില്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പടം? ഓക്കെ, കുറച്ച് സമയമായി ഷൂട്ട് ചെയ്തിട്ട് പിന്നെ റിയൽ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ സിനിമയൊക്കെ സ്ട്രക്ചർ ചെയ്യാൻ കുറേ പണി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇതിൽ കുറേ പ്രാവശ്യം പണിയെടുത്ത ആൾക്കാരെന്നുള്ളത് എനിക്ക് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് അല്ലായിരിക്കും ചിലപ്പോൾ ഓഡിയൻസിന് അത് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് എന്താ പോകുന്നതെന്ന് അറിയാൻ ജോസഫ് പോലൊരു പടമാണെന്ന് ചോദിച്ചാൽ അതിനെ പൂർണ്ണമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോലീസ് കഥാപാത്രങ്ങൾ വേറിട്ടൊരു ക്യാരക്ടർ കൊണ്ടുവന്ന സിനിമയായിരുന്നു ജോസഫ്. അതിനുശേഷം പത്മകുമാർ സാറിൻ്റെ മറ്റൊരു പോലീസ് കഥാപാത്രം വരുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലീസുകാർ വേറിട്ട് ഏത് ആംഗിളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് വരുമ്പോൾ അത് ചേട്ടനോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ആലോചിച്ചിട്ടില്ലായിരുന്നു. ഇല്ല, ഞാൻ നമുക്ക് ഒരു സബ്ജക്റ്റ് കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം ജെന്യൂനായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ ഒരു പണിയെടുക്കുന്ന പ്രാക്ടിക്കലാവും. അല്ലാതെ എൻ്റെ സിനിമയിൽ നിന്ന് വേറെ ആയിരിക്കും, പിന്നെ ക്യാരക്ടറിൽ നിന്ന് മാറി നിൽക്കണം, ഞാൻ തന്നെ ചെയ്ത മറ്റൊരു സിനിമ പോയപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജോലി കൂടി ഞാൻ ഒരാൾ ചോദിക്കും.
ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച ആളാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയാൻ ആളല്ല. അല്ല ഇത് കണ്ടിട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അഭിപ്രായം പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ലതല്ലേ പറയുള്ളൂ. ഇതിനുശേഷം കൂടി പോയത് ഇല്ല ബൈജേട്ടാ കണ്ടവര് പറഞ്ഞേ ബൈജേട്ടൻ ഇത്ര നാൾ ചെയ്ത പോലീസിനെ കുറച്ച് മാറ്റം വന്ന് കുറച്ച് സീനിയർ പോലീസ് കുറച്ച് ഭയങ്കര മെച്ചുവേർഡ് പോലീസായിട്ട് അപ്പൊ ചേട്ടൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കണ്ടിട്ടുള്ള പോലീസുകാരിന്നൊക്കെ സ്വഭാവം കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇതിലേക്ക് എടുക്കുന്നത് അതിന് ഈ സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമയിൽ ആ ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമില്ല. ഇത് വേറൊരു പരിപാടിയാണ്. ഇതിനകത്ത് ഇത് കണ്ടിട്ട് ഞാൻ ഇന്നാണ് പടം കാണുന്നത്. എനിക്ക് ഇത് കഥയൊക്കെ അറിയാവുന്ന ആളാണ്. കുറച്ച് ടച്ചിങ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ടച്ചിങ് എന്നാ അതെ ട്വിസ്റ്റ് കേട്ടോ. പിന്നെ ജോഷ് സാറിനൊക്കെ എടുത്തോ. ജോഷ് സാറിന് കിട്ടില്ല. ഒന്നും പറഞ്ഞില്ല കൊള്ളാന്ന് പറഞ്ഞില്ലേ? പാപ്പോ കാട്ടണം.